വിവിധ ജാതി വിഭാഗങ്ങളുടെ പുതിയ ജനസംഖ്യാ കണക്ക് അത് സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനും അതിനുപകരിക്കുന്ന രീതിയിൽ സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ പാർശ്വവൽകൃത വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്, നയങ്ങൾ രൂപീകരിക്കുന്നതിന് ഇത് ഉപകരിക്കും. പൊതുവിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികാസത്തിന് ഇത് ഉപകരിക്കുന്ന ഒരു നടപടിയായി മാറും. ഈ സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുന്നതിനെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മുന്നോക്ക സംവരണം നടപ്പിലാക്കുന്നതിലൂടെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വലിയ അന്തരമാണ്. അത് ലഘൂകരിക്കുന്നതിന് ഒരു ശരിയായ സ്ഥിതിവിവര കണക്കും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും രാജ്യത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതൊരു പ്രക്ഷോഭ രംഗത്തേക്ക് വരാൻ കാരണം അതാണ്. പിന്നെ പൊതുവിൽ ജാതി സെൻസസ് വേണം എന്ന ആവശ്യം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും വിവിധ തലങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വലിയ പ്രക്ഷോഭം ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ജനുവരി മാസം 24-ാം തീയതി 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഇതിന്റെ ഒരു വിളംബരം, ഒരു പ്രഖ്യാപനം എന്ന നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണോ ഇതൊക്കെ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നാക്കം? അല്ലിപ്പോ NSSന്റെ എതിർപ്പിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ. ഇത് 931 വരെ നമ്മുടെ രാജ്യത്ത് നടന്നതാണ്. അത് ജാതി അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണം ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുമെന്നും ഒരു ദേശീയോദ്ഗ്രഥനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വാദമുയർത്തിയാണ് ഇത് രാജ്യത്ത് നിർത്തലാക്കിയത്. പക്ഷേ NSSന്റെ ഈ ജാതി ഭിന്നതയൊന്നുമല്ല ഇപ്പോൾ ഉയർത്തുന്ന അവര് ആശങ്കപ്പെടുന്നതിന് കാരണം. ശരിയായ സ്ഥിതിവിവര കണക്കുകൾ പുറത്തു വന്നാൽ ഇപ്പോൾ നൽകിയിട്ടുള്ള സംവരണം പോലും ആ കണക്കുകൾ കൊണ്ട് സാധൂകരിക്കേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആദ്യം തന്നെ അതിനെ എതിർക്കുക എന്നൊരു നിലപാടാണ് NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്മർദ്ദത്തെ മറികടക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് വരണം എന്ന് KPMS തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന് വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസ് സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ അട്രോസിറ്റി ആക്ട് അടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും ആ പ്രതിയെ രക്ഷപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഒരു വാദം അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു വീഴ്ചയായിട്ട് ഇതിനെ കണക്കാക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഇത് വിലയിരുത്തേണ്ടുന്നത് വാളയാർ കേസിന്റെ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വാളയാർ കേസിൽ പാലക്കാട് പോക്സോ കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കിയപ്പോൾ സമാന കേസുകളിൽ അതിന്റെ കാലവിളംബം ഒഴിവാക്കുന്നതിനും നടപടിക്രമങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഗവൺമെന്റ് ഒരു ഉന്നതതല നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി. അത് സോഷ്യൽ വെൽഫെയർ, ഹോം, അതുപോലെ തന്നെ SC, ST വകുപ്പുകൾ, ലോ തുടങ്ങിയ വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് മോണിറ്ററിംഗ് സിസ്റ്റം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസിന്റെ വിധി പ്രസ്താവം കൂടി വരുമ്പോൾ പരിഹാര മാർഗമായി കരുതിയ കാര്യങ്ങൾ ഒരു പ്രഹസനമായി മാറുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് പകരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ ജനവികാരത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശ്വാസ നടപടികളായി മാറുന്നു എന്ന ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ, കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അന്വേഷണത്തിലുടനീളം അന്വേഷണ ഉദ്യോഗസ്ഥൻ അലംഭാവം പുലർത്തിയെന്നും അതുപോലെ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ അശാസ്ത്രീയ രീതി അത് അവലംബിച്ചുവെന്നും ഇപ്പോൾ കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗവൺമെന്റ് ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടാണ് പറയുന്നത് അപ്പീൽ പോകുമെന്ന് പറയുന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ച് ഒരു പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അല്ല, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ദുരന്താനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ഗവൺമെന്റ് ആ പരിഹാര മാർഗങ്ങൾ പോലും പ്രഹസനമായി മാറുന്നു എന്ന്